വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. AD 1706 ജനിച്ച് 84 വർഷം അർത്ഥവത്തായി ജീവിച്ച് AD 1790 നിര്യാതനായ പണ്ഡിതനും പ്രതിഭാശാലിയുമായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. 1751 മുതൽ 1785 വരെ 34 വർഷം ഫ്രാങ്ക്ലിൻ ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും സ്ഥാനാപതിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം അറിയപ്പെട്ട ഒരു എഴുത്തുകാരനും പ്രസാധകനും ആയിരുന്നു. ഫിലാദൽഫിയയിലെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ പഴയ സെമിത്തേരിയിൽ ആണ് ഫ്രാങ്ക്ലിനെ അടക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ അദ്ദേഹം തന്നെ രചിച്ച സ്മരണക്കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു പുസ്തക പ്രസാധകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ശരീരം എഴുത്തുകൾ നഷ്ടപ്പെട്ട ഒരു പഴയ പുസ്തകത്തിൻ്റെ പുറംചട്ട പോലെ ചെതലിനും പുഴുവിനും ഭക്ഷണമായി ഇവിടെ കിടക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഇത് നഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഗ്രന്ഥകാരൻ തന്നെ ഇതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് ഭംഗിയായി പുറത്തു കൊണ്ടുവരും. മരണശേഷമുള്ള തൻ്റെ പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഫ്രാങ്ക്ലിൻ്റെ ഈ വാക്കുകൾ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് യോഹന്നാൻ 11:25. യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നത് കർത്താവ് നമുക്ക് നൽകിയ പ്രത്യാശയാണ്. എങ്കിലും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ അടക്കിയ കല്ലറകളിലേക്ക് നാം പോകുന്നു. പൗലോസ് പറയുന്നത്, നാം എല്ലാവരും നിദ്ര കൊല്ലുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15:52. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയും ഇതുതന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോൾ എവിടെയാണ്? അവൻ സ്വർഗത്തിൽ ഉണ്ട്. അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. എബ്രായർ 1:3. അവൻ ഒരിക്കൽ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ വരികയും ക്രൂശിലെ യാഗത്തിൽ കൂടി പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുകയും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം രക്തസാക്ഷിയായി മരിക്കുവാൻ തുടങ്ങുന്ന സ്തെഫാനോസ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതായിട്ട് കണ്ടു. പ്രവൃത്തി 7:56. സ്തെഫാനോസ് സ്വർഗത്തിൽ നിൽക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. യേശു സ്വർഗത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വേദനിക്കുന്നതിൻ്റെ മക്കളുടെ വേദന കണ്ടുകൊണ്ട് കർത്താവിന് സിംഹാസനത്തിൽ ഇരിക്കുവാൻ കഴിയില്ല. തൻ്റെ മക്കളെ ആശ്വസിപ്പിക്കുവാൻ അവൻ നിൽക്കുകയാണ്. ഈ ലോകയാത്രയിൽ നാം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തുന്ന കർത്താവ് സ്വർഗത്തിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഒരു വേല കൂടി അവിടെ നിർവഹിക്കുന്നുണ്ട്. റോമർ 8:34 പറയുന്നത്, ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവേശു മധ്യസ്ഥത ചെയ്യുന്നു എന്ന 1 തീമോഥെയോസ് 2:5 പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് നമ്മെ പിതാവിനോട് നിരപ്പിച്ചിരിക്കുന്നതിനാൽ നമുക്കും അവനോടൊപ്പം സ്വർഗത്തിൽ പാർക്കുവാൻ അവകാശം ലഭിച്ചിരിക്കുന്നു. 2. സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവ് ഇപ്പോൾ നാം ഓരോരുത്തരിലും വസിക്കുന്നു. കൊലോസ്യർ 1:27 പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്ന്. തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരിൽ യേശു വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 3:16. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം വസിക്കുന്നത് വിശുദ്ധിയുള്ള ഇടങ്ങളിൽ ആണ്. അതുകൊണ്ട് അവൻ നമ്മിൽ വസിപ്പാൻ തക്കവണ്ണം നാം വിശുദ്ധി ഉള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ നമ്മെ നശിപ്പിക്കും. 3. സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവ് കൂടി വരുന്ന വിശ്വാസികളുടെ നടുവിലുണ്ട്.
കർത്താവ് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. മത്തായി 18:20. എവിടെ കൂടി വരുന്നു എന്നതല്ല, പ്രത്യേക എങ്ങനെ കൂടി വരുന്നു എന്നതാണ് കർത്താവ് നോക്കുന്നത്. കൂടി വരുന്നത് കർത്താവിൻ്റെ നാമത്തിൽ ആയിരിക്കണം. ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായി 28:20 ഇപ്പോൾ നമ്മോട് കൂടെ എല്ലാവരും തന്നെ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കില്ല. കാരണം നിലച്ചിരിക്കാത്ത സമയത്താണല്ലോ മരണം കടന്നു വരുന്നത്. എന്നാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഉലകമഹാന്മാർ എല്ലാവരും കല്ലറകളിൽ ഉറങ്ങുന്നു. എന്നാൽ കർത്താവോ നമ്മോടുകൂടി വസിക്കുകയും അതോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവേ, എന്നിൽ വസിക്കുകയും എനിക്കായി പിതാവിൻ്റെ മുൻപിൽ മധ്യസ്ഥത ചെയ്യുകയും ചെയ്യുന്നതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ആമേൻ.